കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പടവലങ്ങ പന്തലാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. UDFിൻ്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൂടാതെ തുരുമ്പ് പിടിച്ച കുറേ ഇരുമ്പ് തൂണുകളും ഇരുമ്പ് കമ്പികളൊക്കെ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. എന്തിനാണ്? കാക്കയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ പക്ഷികൾക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടാണോ? അതുപോലെ ഇരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രയും തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾ. എപ്പോഴാണ് അതൊക്കെ പൊട്ടി താഴത്ത് വീഴുക, ആൾക്കാരെ തലയ്ക്ക് വീഴുക എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ അത്ര അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ കമ്പികൾ കിടക്കുന്നത്. ഒന്നെങ്കിൽ ഇത് പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കാൻ പറ്റണം. ഇത് രണ്ടിനും സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അത് പൊളിച്ചു മാറ്റുക, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റുക. അല്ലാതെ ഈ നമ്മുടെ ജനങ്ങളുടെ ഫണ്ട് ഇങ്ങനെ ചിലവഴിക്കാൻ പറ്റും. ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയും ഒക്കെ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ശരിക്കും ഇത് കാണുന്നത്. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണോ ഇതിൻ്റെ കുറ്റക്കാരനോ, അത് ഗവൺമെൻറ്റാണോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ഇതൊരു നല്ല മാതൃകയല്ല ഒരിക്കലും. തൃശ്ശൂർ ഇപ്പം നമ്മളിത് കണ്ടു, എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ചെറിയൊരു ഫ്ലൈ ഓവർ പോലെ കാണാം, മുകളിൽ കയറി താഴേക്ക് ഇറങ്ങുന്ന ലിഫ്റ്റൊക്കെ ആക്കിയിട്ടുള്ള സംഭവം. ഇങ്ങനെ ചെറിയ മാതൃകകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇത്രയും തൃശ്ശൂരൊക്കെ നല്ല മാതൃകയാണ്, നമ്മളതിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതെന്താണ്, ഇതൊരു അപമാതൃക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു നല്ല മാതൃകയല്ല. അതിന് ചുറ്റിലൊന്നും ഒരിക്കലും സാധ്യതകളില്ല. നമ്മളത് കണ്ടാൽ നമുക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവും. കോട്ടയത്തേക്കൂടെ ഒന്ന് ടൗണിലേക്കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ പ്രതിഷേധമൊക്കെ നടത്തുന്നത് ഇതിങ്ങനെ പൊട്ടി വീണ, ആരെയും തലയ്ക്ക് വീണ അതിൻ്റെ ഒരു ദുഷ്പേരുണ്ടാകേണ്ട വിചാരിച്ചിട്ടാണ് തിരുവനന്തപുരം ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ പണം ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. കുറച്ചുകൂടി വീക്ഷണത്തോടും ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഏത് ജനപ്രതിനിധിയും കാണേണ്ട കാര്യമാണ്. ഒരിക്കലും ഇങ്ങനെ പബ്ലിക്കിൻ്റെ പണം ഇങ്ങനെ വെറുതെ കളയുന്നത് ശരിയല്ല. അദ്ദേഹം വലിയ നല്ല കാഴ്ചപ്പാട് കൂടിയാണ്. അതിൻ്റെ ഒരു ഉദ്ദേശമൊക്കെ നല്ലത് തന്നെയാണ്. ഒരു പരിധിവരെ ആ സ്ഥലത്തെ ബ്ലോക്ക് ഒഴിവാക്കുക തന്നെയാണ്. പക്ഷേ ആ ഉദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു. ആ ഉദ്ദേശത്തെ നമ്മൾ ബഹുമാനിക്കുകയാണ്. പക്ഷേ അതിനൊരു പ്ലാൻ കൃത്യമായിട്ടുണ്ടാവണം. ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതിന് കൃത്യമായ പ്ലാനില്ലായ്മയാണ് പ്രശ്നം. ഉദ്ദേശം വളരെ നല്ലതാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഒരിക്കലും പ്രായോഗികമല്ലാത്തൊരു പ്ലാനില്ലാതെ തുടങ്ങുകയും ഫണ്ട് അനുവദിക്കാഞ്ഞിട്ടാണ് MLA ഫണ്ടിലും അല്ലെങ്കിൽ മറ്റുള്ള ഫണ്ടുകൾ അതിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. പിന്നെ അതിന് ചുറ്റുമുള്ള അപ്രോച്ച് റോഡുകളൊക്കെ വേണ്ടേ, മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഏറ്റെടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണിത് പ്രായോഗികമായി മുന്നോട്ട് പോകുന്നത്? ആദ്യം അതല്ലേ ചെയ്തത്, എന്നിട്ടല്ലേ ഈ കമ്പിയിലേക്കൊക്കെ വരേണ്ടത്. അതുകൊണ്ടൊരു ഇംപ്ലിമെൻറ്റേഷനിൽ വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പല്ലേ, ഇലക്ഷനും രാഷ്ട്രീയമൊക്കെ നാടകം കളിക്കുന്നതിലാണ്, വേറെ ഒന്നുമില്ല. വെറുതെ പ്രതിഷേധം നടത്തുക. ആ പ്രതിഷേധത്തിൽ പോലും വികസനമൊന്നല്ല ചർച്ച ചെയ്ത് മിക്കവാറും ഗവൺമെൻറ്റിനെതിരെയുള്ള, പ്രത്യേകിച്ച് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അക്രമമാണ് പല നേതാക്കന്മാരും നേരിട്ട് നടത്തുന്നത്. ശരിയാണ്, മുഖ്യമന്ത്രിയും മരുമകനും മകളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചർച്ച പോകുന്നത്. കേരളത്തിലെ മറ്റ് വിഷയങ്ങൾ അല്ലെങ്കിൽ ആ വിഷയം, വികസനത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്നും വലിയ ചർച്ചകൾ നടക്കുന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ എന്താണ് കേരളത്തിനോട് ഇവർക്ക് പറയാനുള്ളത്? അത് പൊളിച്ചു കളയാം. ഏറ്റവും നല്ല പണി അതാണ്, പൊളിച്ചു കളയാം. ജനങ്ങളുടെ തലയിൽ വീണ് അവർക്ക് അസുഖം അല്ലെങ്കിൽ അവരെ രോഗബാധിതരാക്കാതിരിക്കാൻ ശ്രമിക്കുക നല്ലതാണ് പറയാനുള്ളത്. ഇനിയെങ്കിലും ഇത്തരം അപമാതൃകളെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കുക. കൃത്യമായ പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷൻ പറ്റുന്ന പരിപാടികൾ മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഉദ്ദേശം നല്ലതാണ്, പക്ഷേ അത് പ്രാക്ടിക്കബിളി ഫീസിബിളാണോ എന്നുകൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്.